ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാ സെറ്റിങ്സോടു കൂടിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ തുടക്കക്കാർക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ പോയിട്ട് തന്നെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യണം കേട്ടോ, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ചാനൽ തന്നെ എടുത്ത് ഓപ്പൺ ആക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? അതിന് അടിയിലായിട്ട് ഒരു പ്ലസ് ചിഹ്നം കാണും. അപ്പോൾ ആ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ വീഡിയോ, ഷോർട്സ്, ലൈവൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു 2 മിനിറ്റിൽ കൂടുതലുള്ളൊരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പെൻസിൽ ചിഹ്നം കാണാൻ പറ്റുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് തമ്പനെയിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. തമ്പനെയിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഏതെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഗാലറിയിൽ പോയിട്ട് ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ചെയ്ത് വെച്ചത്, ഗാലറിയിൽ ഉണ്ടായിരുന്നതാണ്. ഇതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൈറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാം, ഡിസ്ക്രിപ്ഷനൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്നും അടിച്ചു കൊടുക്കുന്നില്ല, ചെറുതായിട്ട് അടിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ വിസിബിലിറ്റി നമ്മളെപ്പോഴും അൺലിസ്റ്റ് ആക്കി വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഷെഡ്യൂളിൽ കൊടുക്കാം. നമുക്ക് എപ്പോഴാണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഓഡിയൻസ് നോ, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് തന്നെ കൊടുക്കണം. ലൊക്കേഷൻ നമ്മൾ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഓൾട്ടേർഡ് കണ്ടൻറ്റ്, അത് നോ കൊടുക്കുക. പിന്നെ ടാഗ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക കേട്ടോ. നമ്മുടെ ടാഗ്സിൽ നമ്മുടെ ചാനലിൻ്റെ നെയിമും അങ്ങനെ പിന്നെ എന്താണ് വീഡിയോ ആണോ ട്രെൻഡിങ്, വൈറൽ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കമൻറ്റ് വേണമെങ്കിൽ ഓൺ ചെയ്യുകയാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അപ്ലോഡായി വരാൻ കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു എന്തായാലും 100 MB ഒക്കെ ഉണ്ടാകും, ചിലപ്പോൾ 100 MB കൂടുതലുണ്ടാകും. അതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ എന്തായാലും പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കുക, അല്ലാതെ സമയത്തിന് അപ്ലോഡ് ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് അപ്ലോഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റിൽ പോകാൻ പറ്റും. അപ്പോൾ എഡിറ്റിൽ പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ തമ്പനെയിലും വീണ്ടും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം, ടൈറ്റിലൊക്കെ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാം. ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കാം. നമ്മൾ കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ഷെഡ്യൂളൊക്കെ ചെയ്ത് വയ്ക്കുന്നതിലൊരു ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് ആ സമയത്തിനുള്ളിൽ എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലാതെ നേരിട്ട് തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാകും കേട്ടോ. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരും എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യൂസ് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് YT സ്റ്റുഡിയോയിലൂടെയും പോയിട്ട് ഇത് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് പലതരത്തിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. YT സ്റ്റുഡിയോയിൽ പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രോമിലൂടെ YT സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ YT സ്റ്റുഡിയോയിൽ പോയപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്ക് കാണുന്നുണ്ട്, കണ്ടില്ലേ? നമ്മുടെ കണ്ടൻറ്റിൽ പോകുകയെന്ന് വെച്ചാൽ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതിന് പോയാലും നമുക്ക് കുറേ കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ യൂട്യൂബിൽ അതിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ YT സ്റ്റുഡിയോയിലൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഒന്നുകൂടെ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക്. അതല്ലാതെ ക്രോമിലൂടെ പോയിട്ട് വീണ്ടും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എൻ്റെ സ്ക്രീനും കാർഡ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ YT സ്റ്റുഡിയോയിൽ നമ്മൾ പോവുകയാണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ, നമുക്ക് കുറച്ചുകൂടെ സെറ്റിങ്സ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അലോ എംബഡിങ് കാണാൻ പറ്റും, നമുക്ക് അതിലൂടെ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഷോ ലൈക്ക് എന്ന് പറയുന്നുണ്ട്. നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കാം. മറ്റുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടിക്ക് കൊടുക്കാതിരിക്കാം കേട്ടോ. അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് സേവ് ചെയ്യണം കേട്ടോ ഇതിൽ. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ സെറ്റിങ്സ് ഉണ്ട്, അത് നമുക്ക് ക്രോമിലൂടെ പോയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രോമിൽ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ ക്രോമിലോട്ട് പോവുകയാണ് കേട്ടോ. ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ
ഗൂഗിൾ ക്രോമാണ് കേട്ടോ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ YT സ്റ്റുഡിയോ അതിൽ ഓപ്പണായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നുകൂടെ നമ്മൾ എന്താ പറയുക, ഗൂഗിളിൽ നമ്മൾ അടിച്ചു കൊടുക്കത്തില്ലേ YT സ്റ്റുഡിയോ എന്ന് അടിച്ചു കൊടുക്കുകയാണെന്ന് വെച്ചാൽ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് YT സ്റ്റുഡിയോ ഓപ്പണായി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ നിങ്ങളിത് കാണുന്നത്. അപ്പോൾ ഇതിൽ കുറേ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസിൻ്റെ നമ്മുടെ എല്ലാ അപ്ലോഡ് ചെയ്ത വീഡിയോയും കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഷോ മോർ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ നിങ്ങളിത് കാണുന്നത്. ഷോ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറേ സെറ്റിങ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 3 ടിക്ക് മാർക്ക് ഉണ്ടാകും. അതിൽ 2 ടിക്ക് മാർക്ക് ഒഴിവാക്കുക. കൺസെപ്റ്റ് എന്ന് പറയുന്ന തുടങ്ങുന്ന ആ സെൻറ്റൻസിൽ ടിക്ക് മാർക്ക് ഉൾപ്പെടുത്തുക കേട്ടോ. ബാക്കി കുറേ ടാഗ് കാര്യങ്ങളാണ്, നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെയെന്ന് പറയുന്നത് അലോ എംബഡിങ്, അത് ഓഫാക്കുക. അലോ എംബഡിങ് കൊടുക്കുകയെന്ന് വെച്ചാൽ വാച്ച് അവർ നഷ്ടമാകും കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ലൈക്ക് ഷോ ചെയ്യണമെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഷോ വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇതാകാതിരിക്കുക കേട്ടോ, കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മൾ എൻ്റെ സ്ക്രീനിൽ പോയിട്ട് നമുക്ക് 4 വീഡിയോസോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അതാണ് കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെയെന്ന് പറയുന്നത് കാർഡ്സ് ആണ് കേട്ടോ. കാർഡ്സിൽ നമുക്ക് 5 വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ അത് അങ്ങനെ മേലെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതാണ് കേട്ടോ കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലെ എല്ലാ സെറ്റിങ്സും കംപ്ലീറ്റ് ആയി കിട്ടും. വീഡിയോയിൽ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മെസ്സേജിലൂടെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ലൈക്കും മെസ്സേജും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.